ഇനി പോകുന്നത് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ വിദഗ്ധാന്വേഷണത്തിന് പോലീസ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കൊട്ടാരത്തിൽ പരിശോധന നടത്തി. 2 കോടിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ നവംബറിൽ നടന്ന മോഷണമായിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് രാജകുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകാൻ പോലും തയ്യാറായത്. കൊട്ടാരം ജീവനക്കാരെ അടക്കം പോലീസ് ചോദ്യം ചെയ്തു. കൊട്ടാരത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് മോഷണം നടത്തിയെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, അതീവ സുരക്ഷയുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് അങ്ങനെ സാധാരണക്കാർക്കൊന്നും കയറി ചെല്ലാൻ കഴിയാത്ത കവടിയാർ കൊട്ടാരം. അവിടെ എങ്ങനെയാണ് മോഷണം നടന്നതെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? പ്രത്യേകിച്ച് നവംബറിൽ നടന്ന മോഷണമാണ്. പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളിയാണിത്? കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൊട്ടാരത്തിൽ സന്ദർശനം നടത്തിയിരിക്കുന്ന വിദേശികളടക്കമുള്ള സന്ദർശകരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതായത് ആരൊക്കെയാണ് കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്, അവർ അവിടെ കൊട്ടാരത്തിൽ എത്തിയതിന് ഉദ്ദേശം എന്തായിരുന്നു, എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ മുമ്പ് അവിടെ എത്താനുള്ള നീക്കം നടത്തിയിരുന്നു, ഒന്നിലേറെ തവണ ആരെങ്കിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ പുറത്തറിയാൻ വൈകിയെന്ന് മാത്രം. അതോടൊപ്പം കൊട്ടാരം ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും രാജകുടുംബാംഗങ്ങളെയും ഒക്കെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ അറിയുന്നതിൻ്റെ ഭാഗമായാണ് അങ്ങനെ ഒരു നീക്കം. വിലപിടിപ്പുള്ള രത്നങ്ങളടക്കം ഏതാണ്ട് 2 കോടി രൂപ മൂല്യം വരുന്ന വസ്തുക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊട്ടാരത്തിലെ ഒരു അലമാരയിൽ നിന്ന് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം കവടിയാർ കൊട്ടാരത്തിലെ ഈ മോഷണം അന്വേഷിക്കുന്നതിനായി അങ്ങനെ ഒരു അന്വേഷണത്തിന് രൂപം നൽകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയധികം ആളുകളിലേക്ക്, കാരണം ഈ മോഷണം നടന്ന മാസങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഈ വിവരം ഇപ്പോൾ പുറത്തറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലതാമസം നേരിട്ട സമയത്തിനിടയ്ക്ക് മോഷ്ടാക്കൾക്ക് സുഗമമായി ഇത് പുറത്തേക്ക് എത്തിച്ച് രഹസ്യമായി സൂക്ഷിക്കുകയോ അതല്ലെങ്കിൽ മറിച്ച് വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യാം. കാരണം ആൻറ്റിക്സ് ആണ്, മാത്രമല്ല രാജകൊട്ടാരത്തിൽ നിന്നുള്ളൊരു അമൂല്യ രക്തമാണ്, രക്തങ്ങൾ അടങ്ങിയിട്ടുള്ള ആഭരണങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ മൂല്യം രാജ്യാന്തര മാർക്കറ്റിലടക്കം വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ മോഷണത്തിന് പിന്നിൽ അങ്ങനെ ഏതെങ്കിലും സംഘത്തിന് ബന്ധമുണ്ടോ? ഒരു ഒറ്റ വ്യക്തി നടത്തിയ ഒരു തട്ടിപ്പെന്നതിനപ്പുറത്തേക്ക് അതിലൊരു കൃത്യമായ സംഘടിതമായൊരു നീക്കമാണ് നടന്നിരിക്കുന്നത് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പുറമേ നിന്നുള്ള ആരെങ്കിലും എത്തി മോഷണം നടത്താനുള്ള സാധ്യതയുണ്ടോ, അതോ പോലീസ് സംശയിക്കുന്ന അവിടുത്തെ ജീവനക്കാരെയാണോ? കാരണം ഈ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയുടെ മുറിയിലേക്കൊക്കെ സാധാരണക്കാർക്ക് അങ്ങനെ കയറി ചെല്ലാൻ കഴിയുമോ? ഒരു സന്ദർശകർക്ക് കയറി ചെല്ലാൻ കഴിയുമോ? പോലീസിൻ്റെ ഒരു നിഗമനം എന്താണ് ഈ കേസിൽ? ജീവനക്കാരുടെയോ അതല്ല എങ്കിൽ കൊട്ടാരത്തിലെ രാജകുടുംബാംഗങ്ങളുടെയോ അറിവില്ലാതെ ആർക്കും കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പോലീസിന്. അതുകൊണ്ട് തന്നെ അവരറിയാതെ അങ്ങനെ ഒരു മോഷണം അവിടെ നടക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് കൊട്ടാരം സന്ദർശിക്കാൻ എത്തുന്ന ആളുകൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് കയറാം, എവിടെയൊക്കെ സന്ദർശനം നടത്താം, എന്തിലൊക്കെ തൊടാതിരിക്കാം എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കാനായി അവിടെ ഉദ്യോഗസ്ഥരുമുണ്ട്. അതൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ എങ്ങനെ ഈ മോഷണം അവിടെ നടന്നു എന്നതാണ് ആശ്ചര്യം ഉളവാക്കുന്നത്. ആ മോഷണം നടന്നു എന്നതിനേക്കാൾ ഉപരി അത് നടന്ന് ഇത്രയധികം മാസങ്ങൾ വൈകിയതിനു ശേഷമാണ് വിവരം പുറം ലോകം അറിഞ്ഞത് എന്നതാണ് അതിന് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു ഗൗരവമുണർത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ ഈ കൊട്ടാരവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആരുടെയോ അറിവില്ലാതെ അങ്ങനെ ഒരു മോഷണം ഒരിക്കലും നടക്കില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഒന്നുകിൽ കൊട്ടാരവുമായി വളരെ അടുത്ത് ബന്ധം നിലനിർത്തുന്ന, തുടർച്ചയായി കൊട്ടാരത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായി എത്തുന്ന ആരെങ്കിലും തന്നെയാകും ഇതിന് പിന്നിലെന്ന സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ അതിവിദഗ്ധ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.